ഇത്തവണത്തെ നാഷണൽ അവാർഡുകൾ പ്രഖ്യാപിച്ചേ നല്ല കിടിലൻ നാഷണൽ അവാർഡുകളായിരുന്നു ഇത്തവണ കൊടുത്ത കേട്ടോ. അതിൽ ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് ഈ ബെസ്റ്റ് ആക്ടറും ബെസ്റ്റ് ഡയറക്ടറുമാണ്. എല്ലാം കോമഡി തന്നെ, പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ കോമഡി ആയിട്ട് തോന്നിയത് ഈ രണ്ട് അവാർഡാണ്. അതെന്തുകൊണ്ടെന്നറിയോ? ഇതിലെ ബെസ്റ്റ് ഡയറക്ടർ ആരെന്നറിയോ? ഒരു ഊള പ്രൊപ്പഗണ്ട പടം ഇറക്കി നാട്ടുകാരെ കണ്ണിൽ വിഷം കുത്തി നിറച്ച ഒരുത്തനുണ്ട്. അവനാണ് ഇതിൻ്റെ ബെസ്റ്റ് ഡയറക്ടറായിട്ട് അവാർഡ് കൊടുത്തത്. അതുപോലെ ബെസ്റ്റ് ആക്ടർ നമ്മുടെ മലയാളത്തിൽ നിന്ന് രാജുവേട്ടൻ, അതും ഈ ആടുജീവിതം പോലെ കിടിലൻ പെർഫോമൻസ് കാഴ്ചവെച്ചൊരു പടം ഉണ്ടായിട്ട് അതും ഒരു കണ്ണി പോലും പെടുത്താണ്ട് മൈൻഡ് പോലും ചെയ്യാണ്ട് ജവാൻ എന്ന് പറയുന്ന സിനിമയിലെ ഷാറൂഖ് ഖാന്റെ വലിയ ഗംഭീര അഭിനയമൊന്നും ഇല്ലാത്ത ആ ഒരു പടത്തിൽ അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് ബെസ്റ്റ് ആക്ടർ അവാർഡ് കൊടുത്തു. എനിക്കൊന്ന് തോന്നുമാർ ഈ ഷാറൂഖ് ഖാന്റെ ജവാൻ കണ്ടിട്ടായിരിക്കില്ല അവാർഡ് കൊടുത്ത്, അല്ലാണ്ട് ജവാൻ അടിച്ചിട്ടായിരിക്കും തോന്നുന്നു എനിക്ക് തോന്നുമാർ ഈ അവാർഡുകളും കാര്യങ്ങളും കൊടുത്ത്. ഈ നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞപ്പോൾ വെറും ഒരു വിലയില്ലാത്ത ഒരു പരിപാടി പോലെ ആയിപ്പോയി. എനിക്കൊരു ഡൗട്ട്, യുവമാരൊക്കെ ഈ സിനിമകൾ കാണുന്നത് കണ്ണുകൊണ്ടാണോ അതോ ഇനി വേറെ ഏതെങ്കിലും ഭാഗം കൊണ്ടാണോ സിനിമകൾ കാണുന്നത്?